ഒന്നാം ഘട്ട പോളിംഗിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി NDA എന്ന വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ? മോദിയുടെ ഗ്യാരണ്ടി, മോദിക്ക് 400, മോദിയുടെ വികസനം, മോദിയുടെ സർക്കാരിന് 3-ാം ഊഴം, ഇങ്ങനെയായിരുന്നു അദ്ദേഹം പ്രസംഗത്തിൽ തള്ളിമറിച്ചുകൊണ്ടേയിരുന്നത്. സ്വയം പുകഴ്ത്തൽ. BJP എന്ന വാക്ക് പോലും അപൂർവമായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഒന്നാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ നരേന്ദ്രമോദി NDAക്ക് അനുകൂലമായാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണം ഒന്നാം ഘട്ട പോളിംഗ് നൽകുന്ന സൂചന BJPക്ക് തെല്ലുമേ അനുകൂലമല്ല എന്നതാണ്. 102 സീറ്റുകളിലേക്കുള്ള ഒന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ ചുരുങ്ങിയത് 12 സീറ്റുകൾ BJPക്ക് നഷ്ടമാകും എന്നതാണ് യാഥാർത്ഥ്യം. അത് BJPയും അംഗീകരിക്കുന്നുണ്ട്. BJPയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വലിയ ദുഃഖത്തിലാണ്. അവരത് തുറന്നു പറയുന്നുണ്ട്. രാജസ്ഥാനിലും ബീഹാറിലും UPയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പോളിംഗ് ട്രെൻഡ് തങ്ങൾക്കെതിരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. രാജസ്ഥാനിലൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ ഗൗരവമായി തന്നെ ബാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് മോദി തൻ്റെ ട്വീറ്റിൽ വലിയ അനുകൂലമായ തരംഗമാണ് എന്ന് പറയുമ്പോഴും അത് NDAക്ക് അനുകൂലമായ വികാരമാണ് എന്ന് പറയുന്നത്. മോദി തരംഗത്തെക്കുറിച്ച്, മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച്, മോദിക്ക് 400 സീറ്റ് കിട്ടുന്നതിനെ കുറിച്ചൊന്നും ട്വീറ്റിൽ പറയുന്നില്ല. ആ തള്ളൊക്കെ മതിയാക്കി. ഇപ്പോൾ NDA, ഇനിയിപ്പോൾ തോറ്റാലും NDA ആണല്ലോ തോൽക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് ചുരുക്കം. BJPക്ക് 12 സീറ്റുകൾ ഈ 102-ൽ നിന്ന് നഷ്ടമാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന അങ്ങനെ. രാജസ്ഥാനിൽ ചുരുങ്ങിയത് 6 സീറ്റുകൾ. പശ്ചിമ ബംഗാളിൽ BJP വിജയിച്ചിരുന്ന 3 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതിൽ 2 സീറ്റുകൾ അവർക്ക് നഷ്ടമാകുമെന്ന് ഉറപ്പായി. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറക്കുമെന്നത് ആദ്യ റൗണ്ടിൽ തന്നെ ഉറപ്പായിരിക്കുന്നു. 2 സീറ്റുകൾ BJPക്ക് ഉറപ്പായും നഷ്ടപ്പെടും എന്നുള്ളത് 100% അവിടെ വ്യക്തമായിരിക്കുന്നു. ബീഹാറിൽ 4ഇടത്തേക്ക് പോളിംഗ് നടന്നു. അത് 4ഉം NDAയുടെ കയ്യിലായിരുന്നു. അതിൽ 2ഇടത്ത് ഇന്ത്യ സഖ്യം 100% വിജയം ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ തമിഴ്നാടിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. 39-ൽ 39ഉം ഇന്ത്യ സഖ്യത്തിന് തന്നെ എന്നുള്ള കാര്യം 100% ഉറപ്പായി. ഈ പോളിംഗ് വർദ്ധിച്ചു, അതുകൊണ്ട് BJP ജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും രാത്രിയായപ്പോൾ യഥാർത്ഥ പോളിംഗ് ശതമാനം വന്നപ്പോൾ BJPയുടെ ആ പ്രതീക്ഷയും പോയി. ഒരിടത്തും ഗണ്യമായി അങ്ങനെ പോളിംഗ് ഒന്നും ഉയർന്നിട്ടില്ല. പോളിംഗ് ഉയർന്നതൊക്കെ DMKക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലും. ഇനി ഈ പോളിംഗ് ദിനത്തിൽ നമ്മുടെ സംഘി ദേശീയ ചാനലുകൾ അടക്കം വോട്ടർമാരുടെ അടുത്ത് ചെന്ന് മൈക്ക് നീട്ടി ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയ പ്രതികരണങ്ങളുടെ ഒരു ശതമാനം എടുത്ത് നോക്കിയാൽ 80% ആളുകളും തൊഴിലില്ലായ്മയ്ക്കെതിരെ, വിലക്കയറ്റത്തിനെതിരെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് പ്രതികരിച്ചത്. വികസനത്തിന് വേണ്ടി, മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ വെറും 10%. മറ്റ് 10% ആളുകൾ വേറെ കാരണങ്ങൾ പറയുന്നു, ലോക്കൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നു. പക്ഷേ രാജ്യമൊട്ടാകെ അലയടിക്കുന്ന ഒരു വലിയ വികാരമായി ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മാറിയിരിക്കുന്നു. മോദിയുടെ വികസന തള്ളിനെ ജനങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്ന കാര്യം. അതായത് BJP അനുകൂല തരംഗമില്ല, മോദി തരംഗമില്ല. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും എതിരായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. BJP പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ അവർക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഇനി മോദിയുടെ ഗ്യാരണ്ടി അല്ല, NDAയുടെ ഗ്യാരണ്ടിയാണ്. ഇനി NDA ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. നമുക്ക് ഈ ഓരോ സംസ്ഥാനങ്ങളായി നോക്കാം. രാജസ്ഥാനിലെ 12 ഇടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്നത്, 25-ൽ. രണ്ടാം ഘട്ടത്തിൽ ബാക്കി 13 ഈ 12 9 BJP ആശങ്കയിലാണ്. അതിൽ 6 സീറ്റുകൾ കോൺഗ്രസും സഖ്യകക്ഷികളും ഉറപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരു, അവിടെ BJPയുടെ സിറ്റിംഗ് MP കോൺഗ്രസ്സുകാരനായി മത്സരിക്കുന്ന ഇടം. മറ്റൊന്ന് ജുൻജുനു. മൂന്നാമത്തേത് CPMന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സിക്കാർ. മറ്റൊന്ന് നഗാവൂർ, അവിടെ ഹനുമാൻ ബേനിവാളാണ് സ്ഥാനാർത്ഥി, സഖ്യകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ്. ഗംഗാനഗറാണ് മറ്റൊരു സീറ്റ്, ദൗസയാണ് വേറൊരു സീറ്റ്. ഈ 6 സീറ്റുകളിൽ കോൺഗ്രസ് 100% വിജയം ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് രാജസ്ഥാനിൽ നിന്നുള്ള നിഷ്പക്ഷ റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത്. വ്യക്തമായ മാർജിനിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായിരിക്കുന്നു ഇവിടങ്ങളിൽ എന്നുള്ളതാണ്. അതായത് ഷെഖാവതി റീജിയനിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകുമെന്ന് പ്രീപോൾ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത് വോട്ടിങ്ങിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് 3 മണ്ഡലങ്ങളിൽ കൂടി കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഭരത്പൂർ, കരൗളി, ജയ്പൂർ റൂറൽ. ഈ 3 ഇടങ്ങളിലും ഒരു നേരിയ എഡ്ജ് BJPക്ക് ഉണ്ടെങ്കിലും
ഒരു പക്ഷേ അതിലും അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉറപ്പിച്ച് പറഞ്ഞത് 6 മുതൽ 8 വരെ സീറ്റുകളാണ്. അതിൽ 6 സീറ്റുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു BJPക്ക് അനുകൂലമായ, മോദിക്ക് അനുകൂലമായ തരംഗവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുതിയ മുഖ്യമന്ത്രി രാജസ്ഥാനികളെ വല്ലാതെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. അശോക് ഗെഹ്ലോട്ട് കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ ഒന്നും അവിടെ നടപ്പിലാക്കുന്നില്ല. ഒരു മേജർ പ്രഖ്യാപനവും നടത്താൻ അവിടുത്തെ പുതിയ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം വസുന്ധര രാജെ ക്യാമ്പിൻ്റെ എതിർപ്പ്, ജാട്ടുകളുടെ എതിർപ്പ്, ഏറ്റവും ഒടുവിൽ രജപുത്തുകൾക്കുണ്ടായ BJPയോടുള്ള വലിയ എതിർപ്പ്, അതെല്ലാം ഈ ഷെഖാവതി റീജിയനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 6 സീറ്റുകളെക്കുറിച്ച് കൃത്യമായി തന്നെ പറയാനാകുന്നത്. രണ്ടാമത്തേത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ 3 സീറ്റുകൾ, 3ഉം BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇപ്പോൾ ഒന്ന് കൊച്ച് ബീഹാർ, മറ്റൊന്ന് ജയ്പാൽഗുഡി, മൂന്നാമത്തേത് അലിപ്പൂർ ദുവാർസ്. ഈ 3ഇടങ്ങളും BJP ജയിച്ച സീറ്റുകൾ. നോർത്ത് ബംഗാളിലെ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP നേട്ടമുണ്ടാക്കിയ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ. പക്ഷേ ഈ 3ഇടത്തും കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് മമതാ ബാനർജി BJPയെ പിടിച്ചുകെട്ടാൻ തയ്യാറെടുത്തത്. അതിൻ്റെ ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സൂചനകളും. 25% ബൂത്തുകളിലും ഇവിടങ്ങളിൽ BJPക്ക് ബൂത്ത് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ ഈ കൊച്ച് ബീഹാർ എന്ന് പറയുന്നത് നിഷിത് പ്രമാണിക്ക് MP ആയിരിക്കുന്ന സ്ഥലമാണ് BJPയുടെ യുവ നേതാവ്. കഴിഞ്ഞ തവണ 54,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സിറ്റിംഗ് MLA രംഗത്തിറക്കിയാണ് മമതാ ബാനർജി മത്സരം കടുപ്പിച്ചത്. ജഗദീഷ് ചന്ദ്ര ബർമ എന്ന് പറയുന്ന സിറ്റിംഗ് MLA. ജയ്പാൽഗുഡി BJP കംഫർട്ടബിളായി ജയിച്ച ഒരിടമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത നിർമ്മൽ ചന്ദ്ര റോയ് എന്ന അധ്യാപകനെ പരീക്ഷിക്കുകയാണ് മമത ചെയ്തത്. അതിനും ഫലം കാണുന്നു എന്നുള്ളതാണ് സൂചന. ഈ അലിപ്പൂർ ദുവാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ പ്രകാശ് ചിക്ക് എന്ന രാജ്യസഭാംഗത്തെ, കഴിഞ്ഞ വർഷം മാത്രം രാജ്യസഭാംഗമായ നേതാവിനെയാണ് മമതാ ബാനർജി മത്സരിക്കാൻ ഇറക്കിയത്. അപ്പോൾ എത്ര സീരിയസ് ആയാണ് മമതാ ബാനർജി BJPയുടെ കോട്ടകളിൽ മത്സരത്തിന് തയ്യാറെടുത്തത് എന്നുള്ളതൊരു തെളിവാണത്. ഇതിൽ 2 ഇടങ്ങളിൽ വിജയം ഉറപ്പാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് 100% വിശ്വസിക്കുന്നു. അതിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ വിജയാഹ്ലാദ പ്രകടനവും പോളിംഗ് കഴിഞ്ഞ ഉടനെ നടന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. വിജയം ഉറപ്പിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ്. BJP ക്യാമ്പിലാണെങ്കിൽ വലിയ ആത്മവിശ്വാസമില്ല. അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ അവിടെ TMC തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നത് തന്നെ ആ മണ്ഡലങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇനി ഉത്തർപ്രദേശിലേക്ക് വന്നാൽ, ഉത്തർപ്രദേശിൽ 8 ഇടങ്ങളിലേക്കാണ് നടന്നത്. അതിൽ 2 സീറ്റുകൾ എന്തായാലും ഇന്ത്യ സഖ്യം നേടുമെന്നുള്ള കാര്യം 100% ഉറപ്പ്. ഒന്ന് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന കൈരാന, മറ്റൊന്ന് കോൺഗ്രസിന്റെ ഇമ്രാൻ മസൂദ് മത്സരിക്കുന്ന സഹ്റാൻപൂർ. ഈ സഹ്റാൻപൂരിൽ വലിയ രീതിയിലുള്ള വികാരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇമ്രാൻ മസൂദിന് അനുകൂലമായി ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം മുസാഫർ നഗർ അടക്കമുള്ള മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് ഒരു എഡ്ജ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ചുരുങ്ങിയതായ 8ൽ 3 സീറ്റ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ നേടാനാകുന്നു. പശ്ചിമ UPയിലെ സീറ്റുകളായതുകൊണ്ട് തന്നെ അവിടെയും ഈ കർഷകരുടെയും രജപുത്തുകളുടെയും ഒക്കെ വികാരം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട്. BJPക്കെതിരായ അവരുടെ പ്രതിഷേധം ഈ പോളിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത്. ബീഹാറിലേക്ക് എത്തിയാൽ ബീഹാറിൽ 4 ഇടങ്ങളിലാണ് പോളിംഗ് നടന്നത്. 4ഉം BJPയുടെ കൈവശം വരുന്ന സീറ്റുകളായിരുന്നു. പക്ഷേ അതിൽ 2 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് പോളിംഗിന് ശേഷമുള്ള അവിടുത്തെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഔറംഗാബാദും നവാദയും, അതോടൊപ്പം ഗയയും ജാമുയിയുമാണ് പോളിംഗ് നടന്ന മറ്റ് 2 മണ്ഡലങ്ങൾ. അതിൽ ജാമുയിൽ BJPക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. പക്ഷേ ഗയയിൽ ഒരു ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത് എന്നും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെയും മത്സരം കടുത്തതായിരിക്കുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നുള്ള അവസ്ഥ തന്നെയാണ് പോളിംഗിന് ശേഷവും നിലനിൽക്കുന്നത്. ആര് ജയിച്ചാലും നേരിയ മാർജിനിൽ എന്നുള്ളത്. എന്തായാലും 2 സീറ്റ് ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രം നേടിയ പ്രതിപക്ഷ സഖ്യത്തിന് ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ 2 സീറ്റുകൾ ഉറപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ മാറ്റമാണ്. ഇപ്പം അസമിൽ പോലും പോളിംഗ് നടന്ന 5 ഇടങ്ങളിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് നേടാവുന്ന സാഹചര്യമുണ്ട്. BJPയുടെ സിറ്റിംഗ് സീറ്റായ ജോർഹാത്തിൽ മത്സരിച്ച കോൺഗ്രസിന്റെ യുവ നേതാവ് ഗൗരവ് ഗഗോയ് ഒരു വെല്ലുവിളി ഏറ്റെടുത്താണ് അദ്ദേഹം അവിടെ മത്സരിച്ചത്. ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് വിട്ടിട്ട് ഇവിടെ ഒന്ന് മത്സരിക്കൂ എന്ന്. അതിപ്പോൾ ഹിമന്തയ്ക്ക് വലിയ വിനയായി. അവിടെ ഒരു 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഗൗരവ് ഗഗോയ് ജയിക്കുമെന്നുള്ളതാണ് പോളിംഗ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. മഹാരാഷ്ട്രയിലും അത് തന്നെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന 5ൽ 4 എണ്ണവും NDAയുടെ കൈവശം ഇരിക്കുന്നതായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറി മറിയുന്നു. 3 സീറ്റുകളിൽ വരെ, ചിലപ്പോൾ 4 സീറ്റിലും
ഇന്ത്യ സഖ്യം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സീറ്റായ നാഗ്പൂരിൽ മാത്രമാണ് BJPക്ക് ഉറച്ച വിജയപ്രതീക്ഷ വച്ചു പുലർത്താൻ സാധിക്കുന്നത്. ബാക്കി 4 ഇടങ്ങളിലും ആശങ്കയുണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആദ്യഘട്ട പോളിംഗിൽ 102-ൽ BJP പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് അനുകൂലമായ ഒരു മഹാതരംഗം ഉണ്ടാകുന്നില്ല എന്നുള്ള ബോധ്യം BJP കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗെയിം ഓൺ എന്ന അവസ്ഥയിലേക്കാണ് ഈ ആദ്യഘട്ട പോളിംഗ് നൽകുന്ന ശുഭസൂചന.